നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എന്താണല്ലോ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ. 5 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് പറയുന്നത്. പക്ഷേ 5-ൽ കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് 5-ൽ തുടങ്ങാമല്ലേ. ബാക്കി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ടോപ്പിക്സ് ആണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വേറെ എക്സ്പ്ലനേഷൻസിലൊന്നും പോകുന്നില്ല ഞാൻ. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും കറക്റ്റായിട്ട് ഉള്ള ടൈമിങ്ങിലാക്കുക. അതായത് നമുക്ക് എഴുന്നേൽക്കാനും കിടക്കാനും ഒരു ടൈം നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക. എല്ലാ വീട്ടിലും കണ്ടുവരുന്നതാണ്. നമ്മൾ 6:05 അലാറം വെക്കും, 6 മണിക്ക് വെക്കും, 6:15 വെക്കും, ദെൻ ഓഫ് ആക്കും, പിന്നെന്താക്കും, നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ ആവരുത്. അതിപ്പം വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലും ആണെന്നുണ്ടെങ്കിലും നമ്മൾ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടായിരിക്കണം. എഴുന്നേക്കാനും കിടക്കാനും കറക്റ്റ് ടൈമിങ് തന്നെ വേണം കേട്ടോ. അതിപ്പം ഓരോരുത്തരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് തന്നെയായിരിക്കും. ചിലവർ രാത്രി വർക്ക് ചെയ്യുന്നവരുണ്ടാകും, ചിലർ പകൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലരുടെ വർക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഡെയിലി റൊട്ടീൻസ് വെച്ചിട്ട് എന്താക്കുക, ടൈം ഫിക്സ് ആക്കുക. ഈ ഒരു ശീലം നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിരിക്കും. എന്തായാലും നമ്മൾ ചെയ്യുന്നത് തന്നെ കണ്ടിട്ടാവുമല്ലോ നമ്മുടെ കുട്ടികളും വളരുക. നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും ലേറ്റ് ആകും. അപ്പോൾ എന്താക്കും, അവരുടെ ജീവിതത്തിലും പകർന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ക്യാരക്ടറായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളുടെ കുട്ടികളും നമ്മളെ കണ്ട് പഠിക്കുക അല്ലേ. അപ്പം നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആകുക, അതോടുകൂടി നമ്മുടെ കുട്ടികളും അത് കണ്ട് പഠിക്കും. പിന്നെ ചിലർ പറയാറുണ്ട് രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അലാറം അടിച്ച് കഴിയുമ്പോൾ ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങുമെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. വീട്ടിൽ ജോലിയുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും യൂട്യൂബിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു റൊട്ടീൻസും കാര്യങ്ങളും ഒക്കെ, ടൈം മാനേജ്മെൻറ്റ്, ഓക്കെ, അത് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ വലിയ ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന ദിവസവും അതുപോലെ തന്നെ വീക്കെൻഡ്സിലും സെയിം ടൈം തന്നെ എഴുന്നേൽക്കുക. പിന്നെ വൈകിട്ട് ചിലവരുടെ ഇവിടുത്തെ ഒരു റൊട്ടീൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയായിരിക്കും പർച്ചേസിങ്. ഇപ്പോൾ വെള്ളിയാഴ്ച അവധിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച വൈകിട്ട് പർച്ചേസിങ് കാര്യങ്ങൾ ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വീട്ടിൽ വരുന്നത്. ഒരു ദിവസത്തേക്കൊക്കെ നമ്മളപ്പോൾ കുറച്ച് എന്താ പറയുക, കിടന്നുറങ്ങുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അത് നമ്മുടെ ഡെയിലി ഒരു റൊട്ടീൻ്റെ ഭാഗമാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഏർലി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 11 മണിയായപ്പോൾ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. ഓക്കെ, വൈകിട്ട് താമസിച്ചു വന്നു, 11 മണിയായി. അപ്പോൾ എന്താകും, വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, കുക്ക് ചെയ്യണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 മണിയാണ്. അപ്പോൾ അന്നത്തെ ആ ദിവസം അങ്ങ് പോയേ. അപ്പോൾ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. അതേസമയം ഒരു 5 മണി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 4 മണി, നമ്മളിപ്പം മുസ്ലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമസ്കരിക്കാനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കും. അപ്പോൾ ആ ഒരു ടൈമിങ് തൊട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണി ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അപ്പോൾ പിന്നെ എന്താ, നമുക്ക് ടൈമാണ് ഇഷ്ടം പോലെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ കുറച്ച് ഏർലി ബേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. ലേറ്റ് ആകുന്നിടത്തോളം ആ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ദുബൈയിൽ വന്ന സമയത്ത് ഇതുപോലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. എന്താക്കും, ഞാൻ 11 മണിയും 10 മണിയും വരെ ഒക്കെ അങ്ങ് കിടന്നുറങ്ങും. പിന്നെ അവസാനം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്നിനും സമയം കിട്ടത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എപ്പോഴും പറയും, എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല, ശനിയും ഞായറാഴ്ച ഒന്നും എനിക്ക് തികയുന്നില്ല. അപ്പം ഈ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും പറയുന്ന ഒരു കാര്യമാണിത്, എനിക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളത്. പക്ഷേ അത് വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേൽക്കുന്നത് കിടക്കുന്നതുമായിട്ടുള്ള ആ ഒരു ടൈം ഫിക്സ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടൈം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഒരു ഏർലി ബേർഡ് ആകുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിനും അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിനും ഒരു പ്രത്യേക ടൈമിങ് വെക്കുക. അത് തന്നെ നമ്മൾ കാണിച്ചാൽ നമ്മളൊരു 2 ദിവസം ഒന്ന് കറക്റ്റ് ടൈം എഴുന്നേറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കും അല്ലേ. അലാറത്തിൻ്റെ പോലും ആവശ്യം. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കറക്റ്റ് സമയത്ത് ഉറങ്ങണം എഴുന്നേക്കണം എന്നല്ല പറഞ്ഞത്. അതിനകത്ത് എക്സെപ്ഷണൽ കേസസും വരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, വല്ലപ്പോഴും ഒക്കെ അല്ലേ. പിന്നെ നമ്മൾ കറക്റ്റ് ടൈം കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഹെൽത്ത് വൈസും അത് നമുക്ക് നല്ലത് തന്നെയല്ലേ. നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവും, പിന്നെ ഹെൽത്ത് വൈസും നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ഞാൻ കാണുന്ന വേറൊരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ അല്ലേ. നമ്മൾ കിടക്കുന്നിടത്തും എല്ലാം മൊബൈൽ ഫോണാണ്. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും
മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. കുറച്ച് റീൽസൊക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസും പിന്നെ യൂട്യൂബും ഒക്കെ കണ്ടിട്ട് ഒന്ന് കിടക്കണം എന്ന് വിചാരിക്കും. കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഒക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക മൊബൈൽ ഫോൺ വെച്ചിട്ട്. ഇപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിങ് ഉറങ്ങൂല, അതുപോലെ തന്നെ വലിയവരാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈം ഉറങ്ങൂല. ചിലപ്പോൾ 10 മണിക്ക് കിടന്ന് ഉറങ്ങേണ്ട ആൾ റീൽസൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാനും കാണാറുണ്ട്, എന്തെങ്കിലുമൊക്കെ മെയിൽസ് ചെക്ക് ചെയ്യാറുണ്ട്, റീൽസ് കാണാറുണ്ട്, ഒരു 10-15 മിനിറ്റ് മാക്സിമം. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ഉറക്കം വരുന്നിടം വരെ. പക്ഷെ നമ്മളെന്താ കൂടുതൽ ഈ ഒരു മൊബൈൽ യൂസേജിലേക്ക് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി ടൈമായിരിക്കും അവിടെ നഷ്ടപ്പെടുക. ഇപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ വലിയവരാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫോണിൽ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് മാറ്റുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റാണത്. ചെറുപ്പകാലത്ത് നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പിന്നീട് ആക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ വേണം, അതുപോലെ തന്നെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഫോൺ വേണം. പണ്ടത്തെ കുട്ടികളും ഇതൊന്നും ഇല്ലാണ്ടൊക്കെ ഉറങ്ങിയിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. ഇപ്പം മാക്സിമം നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഫോൺ യൂസേജ് കുറയ്ക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. എന്തിനാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പം അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ ചുമ്മാ ഓവർ യൂസേജിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓവർ ഫോൺ യൂസേജ് എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാക്കും, അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ആണ്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഈ റീൽസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അറിയില്ല. ഈ ലൈറ്റ് മുഖത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രെയിൻ വിചാരിക്കും ഇത് രാത്രിയാണോ പകലാണോ എന്ന് അതിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരത്തില്ല. എല്ലാവരും പറയും ഉറക്കം വരത്തില്ല. ഉറക്കം വരാത്തത് എന്താ, ഈ മൊബൈൽ സ്ക്രീൻ നമ്മളിങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ബ്രെയിനിന് മനസ്സിലാകുന്നില്ല ഇത് പകലാണോ രാത്രിയാണോ എന്നുള്ളത്. അപ്പോൾ അതാണ് പ്രശ്നം, അല്ലാതെ നിങ്ങൾക്ക് ഉറക്കം വരാത്തതല്ല. കണ്ണടച്ച് കിടന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും രാത്രി ആയി കഴിഞ്ഞാൽ ഉറക്കം വരും. പറഞ്ഞ് ഞാനങ്ങ് കാട് കയറിപ്പോയി. അപ്പോൾ ഇനിയിപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. അപ്പോൾ സെൽഫ് കെയറിന് ആരൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഭൂരിഭാഗം പേരും സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, ഇപ്പം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, അവർക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർക്ക് ഫുഡ് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മളുടെ കാര്യം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പുറകെ ഓടി അവസാനം നമുക്കൊന്നിനും ടൈമും ഇല്ല. നമ്മൾ പ്രായമായി, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഓടി ഞാൻ വയസ്സായി, പ്രായമായി, എനിക്ക് മേലാഴികളായി. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? ആ സമയത്ത് അവർ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഫാമിലി തന്നെയാണ് വലുത്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ടൈം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അത് നമ്മളുടെ മനസ്സിനും, അതായത് നമ്മൾ മാനസികമായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള, ചിലപ്പം ചിലർക്ക് തയ്ക്കാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നല്ല പുതിയ ഡിസൈൻസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമായിരിക്കും. പിന്നെ അതുപോലെ ചിലർക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് സംസാരിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ ആ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാകും നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആവരുത്. നമുക്ക് ആകെയുള്ളൊരു ലൈഫല്ലേ, അപ്പോൾ ആ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണ്? അതായത് സാക്രിഫൈസ് ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, നമ്മൾ മൊത്തത്തിലേ അങ്ങ് നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു ക്ലോത്തിങ് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ബിസിനസ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാനകത്ത് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ, അതായത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു യൂട്യൂബ് ചാനൽ വീണ്ടും സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ ഒക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം കേട്ടോ. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, ഫാമിലി സപ്പോർട്ടാണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ശ്രമിക്കുന്നില്ല എന്നുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ ആകാണ്ടിരിക്കുക കേട്ടോ. കാരണം വെച്ചാൽ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടെ ഒരുമിച്ച് വന്നാലേ ഉള്ളൂ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സെൽഫ് കെയർ അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ നമ്മളുടെ ജീവിതത്തിലും കൊണ്ടുവരിക, അതൊരു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ.
പിന്നെ ഈ സെൽഫ് കെയറിൽ വരുന്നൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ വിരൽത്തുമ്പില എല്ലാ കാര്യങ്ങളും. വിരൽത്തുമ്പിൽ ഇപ്പം ഇൻഫർമേഷൻസ് വേണോ, അതുപോലെ തന്നെ നമ്മളുടെ വീട്ടുജോലി ചെയ്യണോ, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ മൂവ്മെൻറ്റ് തീരെ കുറവാണ്. ഇരുന്നിട്ടുള്ള ജോലി അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് വർക്കൗട്ട് ഒരു 20 മിനിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ടാവുമല്ലോ എക്സ്ട്രാ. അപ്പം ആ ഒരു 20 മിനിറ്റ്സ് എന്താക്കുക, ഒരു ചെറിയ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. എല്ലാവരും പറയും, ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മായും പറയും, ഞാൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് എന്തിനാ എക്സസൈസ്, ഞാൻ എന്തിനാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനല്ല, നമ്മളുടെ കുറച്ച് ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. അതായത് ചിലവർ പറയുമോ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു 20 മിനിറ്റ്സ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. ആ ഫുൾ ഡേ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. വണ്ണം കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനത്തെ എക്സസൈസ് അല്ല. ജസ്റ്റ് നമുക്കൊരു ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകണം. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കൈക്കും കാലിനും ഒക്കെ പറ്റുന്ന, അല്ലെങ്കിൽ നെക്കിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സസൈസ് കുറച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫുൾ ഡേ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. ഒരു 20 മിനിറ്റ്സ് നിങ്ങളൊന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് എന്താ ഒരു വാം വാട്ടറൊക്കെ ഒന്ന് കുടിച്ചിട്ട് ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഇരുന്നിട്ട് ഒന്ന് എക്സസൈസ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ഫുൾ ഡേ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എക്സസൈസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. എനിക്കടെ കൂട്ടത്തിൽ കൂടിയ പിന്നെയാണ് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ്. നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകും കേട്ടോ. പിന്നെ 4-മത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ഫുഡ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആക്കുക. അതായത് ഓവറായിട്ട് കഴിക്കാണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ഫുഡ് കൂടുതൽ ഒഴിവാക്കുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിസ്സ കഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ വീട്ടിലുണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ക്രീം ബണ്ണ് വേണോ, ഉഴുന്നുവട വേണോ, എന്താണെന്നുണ്ടെങ്കിലും വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉഴുന്നുവട കഴിക്കണമെന്നല്ല, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നല്ല. പക്ഷെ നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം എടുത്താലും മായമാണ്. നമ്മൾ വെറുതെ നമ്മളുടെ ഹെൽത്ത് എന്തിനാണ് കളയുന്നത്? അപ്പോൾ കൂടുതലും വീട്ടിൽ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു നമുക്ക് എന്താ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഒരു 30s അടുക്ക കണ്ട എല്ലാവർക്കും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇരുന്നുള്ള ജോലിയും കാര്യങ്ങളും വേറെയുള്ള ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം നേരത്തെ ഇങ്ങ് വരും. വന്നു കഴിഞ്ഞിട്ട് അയ്യോ പൊത്തോ ഇനിയിപ്പം ഞാൻ എങ്ങനെ ഇത് മാറ്റുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആദ്യമേ നമ്മൾ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ കഴിക്കില്ല, കഴിച്ചാൽ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ നോളജ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടൈമിൽ കുറച്ച് റീഡിങ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് റീഡിങ് കേൾക്കുക. പിന്നെ മോട്ടിവേഷണൽ ടോക്സ്, പിന്നെന്താ പറയുക, ഒരുപാട് എന്താ പറയുക ചാനൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കുറച്ച് നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയത്, സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല മോട്ടിവേഷൻ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിരുന്നാലും ചില സമയങ്ങളിൽ നമുക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം വരും. അപ്പം അങ്ങനത്തെ ഉള്ള നല്ല നല്ല കോട്ട്സുകൾ കാര്യങ്ങൾ ഒക്കെ മറ്റുള്ളവരുടെ ജീവിത കഥകൾ, അപ്പം എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്ക് കൂടുതലും സമയം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. അല്ലെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച 5 ഗുഡ് ഹാബിറ്റ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഇത് 5-ൽ ഒതുങ്ങുന്നില്ല കേട്ടോ, 5-ൽ ഒരിക്കലും ഒതുങ്ങത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, അപ്പോൾ ഹാബിറ്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഒരുപാട് ഹാബിറ്റ്സുകൾ ഇങ്ങനത്തെ അറിയാമായിരിക്കുമല്ലോ, അപ്പം കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.